മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളം ഇല്ല പൊയ് വചനം. ഇങ്ങനെയുള്ള ഈ നാട്ടിൽ ഇപ്പം മൊത്തം തേപ്പുണ്ടായി. തേപ്പൊന്ന് പതുക്കെ പറഞ്ഞാൽ പോരടേ എന്റെ മുന്നോ എന്തൊരു തേപ്പട ഈ നാട്ടിൽ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഓണത്തിന് ഓണം ഉണ്ടായി നാണം പോയിട്ട് കോണകം പോലും ഈ നാട്ടിൽ വിൽക്കാൻ കിട്ടാത്ത അവസ്ഥയാണ്. ഈ കള്ളന്മാരെ പിടിക്കേണ്ട ഈ പോലീസ് തന്നെ പെരുങ്കള്ളന്മാരായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അതിശയം. അത് ശരി തന്നെയാണ്. മാങ്ങാ മോട്ടിച്ച പോലീസുകാരനെ, ഹോട്ടലിൽ പൈസ കൊടുക്കാതെ ബീഫും പൊറോട്ടയും തട്ടിപ്പൊങ്ങിയ പോലീസുകാരനെ CCTV ഉള്ളതുകൊണ്ട് പൊക്കി. അത് ഇല്ലായിരുന്ന ഈ യുവന്മാരൊക്കെ നമ്മൾ ഇപ്പോഴും തൊഴുതുകൊണ്ട് നിൽക്കേണ്ടി വന്നേനെ. ഈ മാങ്ങാ മോട്ടിച്ച പോലീസുകാരൻ ഈ ഹോട്ടലിൽ പൈസ കൊടുക്കാതെ പൊറോട്ടയും ബീഫും തട്ടിയിട്ട് മുങ്ങിയ പോലീസുകാരന് ചികള് കേസുകൾ അതിനേക്കാളും വലിയ തട്ടിപ്പുമായ വീരന്മാർ പോലീസിലുണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഈ അതും വലിയ വലിയ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. പിന്നെ ഈ കോവിഡ് കാലത്ത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ട് മുങ്ങിയ ഒരു പെണ്ണുപിള്ള ഉണ്ടല്ലോ, സ്വർണ്ണ രതീഷ് എന്ന സ്വർണ്ണ സുരേഷ് എന്ന അങ്ങനെ പേരുള്ള പെണ്ണുപിള്ള ഇല്ലേ, അവരിപ്പോ ജാമത്തിലേറെ നടക്കണ. ഈ കോവിഡ് കാലത്ത് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റിയ ഇതെങ്ങനെ പുറത്തിറങ്ങും? ലോക്ക്ഡൌൺ അല്ലേ. വയറ്റിളക്കത്തിന് ഗുളിക വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയ എന്നെ പോലീസുകാർ വെടിവെച്ചില്ലെന്നേ ഉള്ളൂ. അത് എന്നെ നിന്നെയും പോലുള്ളവർ. നേരത്തെ പറഞ്ഞ സ്വർണ്ണ രതീഷ് എന്ന പെണ്ണുപിള്ള ചീള് പോലെയാണ് കള്ളക്കടത്ത് നടത്തി ബാംഗ്ലൂർ വരെ. നമ്മളൊക്കെ വീട്ടിനകത്ത് പോലും മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് മാത്രം എങ്ങനെയാണ് ബാംഗ്ലൂർ വരെ പോയത്? അവര് പോയതല്ല, നമ്മുടെ പോലീസ് അവരെ സുരക്ഷിതമായി കടത്തി എന്നാണ് പറയുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് കൂട്ടം കൂടി നിന്നവരെ കണ്ടുപിടിക്കാൻ ഡ്രോൺ പറത്തിയ നമ്മുടെ പോലീസാണ്. നമ്മുടെ പോലീസ് തന്നെ. പോലീസിലെ തന്നെ തരികിടയായ ഒരു വമ്പൻ ഉദ്യോഗസ്ഥനാണ് സ്വർണ്ണ രതീഷിന് ഈ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തെന്നാണ് സ്വർണ്ണ രതീഷ് എന്ന് പറയണത്. പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലിരുന്ന് ചക്കക്കുരും ചുട്ടു നിന്നുകൊണ്ട് നമ്മളൊക്കെ വീട്ടിലിരുന്നു കള്ളക്കടത്ത് നടത്തിയ ടീമിനെ ബാംഗ്ലൂർ വരെ കടത്തി വിട്ടു. സൂപ്പർ പോലീസ്. ഈ സ്വർണ്ണ രതീഷ് പറഞ്ഞ ഈ വമ്പൻ ഉദ്യോഗസ്ഥൻ കേരളത്തോട് ചെയ്ത ഒരു ആത്മാർത്ഥകളിൽ ഒന്നാണ്. പിന്നെ ഈ ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരുപാട് തരികിട ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. യുവമാരൊക്കെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ നടത്തി നമ്മുടെ നാട് മിക്കവാറും വെന്റിലേറ്ററിലാണുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനൊക്കെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? പിരിച്ചു വിട്ടുകൂടെയാണ്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉടനെ അത്ര പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റില്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് എന്താണ് ഇയാളോട് ഇത്ര സ്നേഹം? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഈ തേപ്പ് ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, അതായിരിക്കും ഇത്ര സ്നേഹം. പിന്നെ ഈ തേപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും നടപടി സ്വീകരിക്കൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റേ സിനിമാക്കാരുടെ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച കണക്ക് ഈ റിപ്പോർട്ടും പൂഴ്ത്തി വെക്കുവാണ്. ഈ സിനിമാക്കാരുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലുമൊക്കെ പൂഴ്ത്തി വെക്കാൻ ഉണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ മൊത്തം വാഴ്ത്തലായിരിക്കും. അതുകൊണ്ട് പൂഴ്ത്തി വെക്കേണ്ടി വരില്ല. പിന്നൊരു കാര്യമുണ്ടേ, ഇവിടെ ഈ കട്ടവനും കെട്ടവനും എല്ലാം എല്ലാ സമയത്തും ഇവിടെ ഒന്നാണ്. ഇവിടെ നമ്മൾ ജനങ്ങൾ മാത്രമാണ് ശശിമാരായി മാറുന്നത്. ആ കാലഘട്ടമൊക്കെ മാറിയണ്ണ. ഇപ്പൊ ശശിമാരൊക്കെ വൻ പുലികളാണ്. അത് നീ പറഞ്ഞത് ശരിയാണ്. ഏതോ ഒരു ശശി അണ്ണനാണ് ഈ വമ്പൻ തേപ്പ് ഉദ്യോഗസ്ഥന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം എന്നാണ് നാട്ടുകാർ പറഞ്ഞത്.